കേറിവാടാ മക്കളയിൽ ഇതാ രണ്ടാമത്തെ ചോദ്യം. ശ്രദ്ധിക്കും. ഏകാന്തതയുടെ അപാരതീരം. ഈ ഗാനം സിനിമയിലുണ്ട്. അതെങ്ങനെയാണ് അറിയോ ആ പാട്ട്? ഏകാന്തതയുടെ അപാരതീരം, ഏകാന്തതയുടെ അപാരതീരം. നല്ലൊരു പാട്ടാണ്. ഈ ഗാനം സിനിമയിലുണ്ട്. എ ശരി, ബി തെറ്റ്, സി ബലികുടീരങ്ങളെ എന്ന ഗാനമാണുള്ളത്. ഉണ്ട്. ശരി. എ ശരിയാണ്. ശരി. എ ശരിയെ ഞാൻ എടുത്തിട്ട് പൂട്ടി മടക്കി ഇവിടെ വെച്ചിരിക്കുകയാണ്. അവിടെ ഇരിക്കട്ടെ. ഓക്കേ. അപ്പൊ ഞാന് ഒരു കാര്യം നേരത്തെ ആദ്യം പറഞ്ഞ ആ കഥയില്, ആ കഥയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. അപ്പൊ ശ്രീകുമാരൻ തമ്പിച്ചേട്ടൻ, തമ്പിച്ചേട്ടൻ എന്ന് പറഞ്ഞാൽ എൻ്റെ നാട്ടുകാരനും എൻ്റെ ഒരു അകന്ന ബന്ധുവായിട്ട് വരും. എനിക്ക് വേണമെങ്കിൽ തമ്പിച്ചേട്ടനെ വിളിച്ച് പറയായിരുന്നു, ഗൗരിയെ എടുക്കണ്ട കേട്ടോ എന്ന് പറയായിരുന്നു. അപ്പൊ അവിടെ ആദ്യം രക്ഷപ്പെട്ടു. പിന്നെ പോയത് എവിടെയാണ്? ഏഷ്യാനെറ്റില് 21 വർഷം ഞാൻ വർക്ക് ചെയ്തു. പിന്നെ പോയത് ഏഷ്യാനെറ്റിലല്ല, കുറെ നാൾ കഴിഞ്ഞിട്ട് വാനമ്പാടിയാണ് ഏഷ്യാനെറ്റിൽ എന്റെ ഫസ്റ്റ് സീരിയൽ. അതിനിടയിൽ ഇവിടെ പോയി. അതിന്റെ ഇടയിൽ അല്ല, സംഗീത അക്കാദമിയുടെ അതാണ് സ്റ്റാർട്ടിങ്. സംഗീത നാട അക്കാദമിയായിട്ട് എനിക്ക് ബന്ധമില്ല. അവിടെ രക്ഷപ്പെട്ടു. പിന്നെ ചിപ്പി രഞ്ജിത്ത്. രഞ്ജിത്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ടാണ്. എനിക്ക് അപ്പൊ പറയായിരുന്നു, വേണ്ട ആ കൊച്ചിനെ എടുക്കണ്ടെന്ന്. അവിടെ ഞാൻ രക്ഷപ്പെട്ടു. പക്ഷെ ഒരു സ്ഥലത്ത് രക്ഷപ്പെടാൻ പോണില്ല. കാരണം ഈ സംഗീത നാടക അക്കാദമി തന്ന ഈ മ്യൂസിക്കിന്റെ അവാർഡുണ്ടല്ലോ, അത് സത്യമാണോ ഇല്ലയോ എന്നൊന്ന് തെളിയിക്കാൻ ഒരു പാട്ട് പാടണം. പിന്നെ പാടാലോ. മോഹേ രംഗ് ദോ ലാൽ, മോഹേ രംഗ് ദോ ലാൽ, നंद के लाल लाल, छेड़ो नहीं बस रंग दो लाल, मोहे रंग दो लाल। देखो देखो तुझको मैं हो के निहाल, देखो देखो तुझको मैं हो के निहाल, छोड़ कर मोर कांज सतन ने भर कर निहाल, मोहे रंग दो लाल, नंद के लाल लाल, छेड़ो नहीं बस रंग दो लाल, मोहे रंग दो लाल। ഇത് ഏതിലെ പാട്ടാണ്? വജ്രാവ് മസ്താനി. കുറച്ച് കോംപ്ലിക്കേറ്റഡ് സോങ് ആണ് അല്ലേ? വെരി ഗുഡ്, നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു. അപ്പൊ അവാർഡിന് അർഹതയുണ്ടെന്നുള്ളത് നമ്മൾ തെളിയിച്ചു. ഓക്കെ. അപ്പം രണ്ടാമത്തെ ചോദ്യം പറഞ്ഞിരിക്കുന്നത് എ ശരി. ശരി. അവിടെ മാത്രമാണ് പ്രശ്നം. തെറ്റായി പോയല്ലോ. ബി തെറ്റാണ് അതിന്റെ ശരി ഉത്തരം. അതിനകത്ത് അങ്ങനെ ഏകാന്തതയുടെ അപാരതീരം ഇല്ല. ഇല്ല. സാരമില്ല. ഇനി അടുത്ത മൂന്നാമത്തെ ചോദ്യത്തിൽ നമുക്ക് പിടിച്ചു കയറാം. അപ്പൊ രണ്ടാമത്തെ ചോദ്യം എ ശരി എന്ന ഉത്തരം ശരിയാണ്. Congratulations. You are awarded 2000 rupees. Now 4000 രൂപ അക്കൗണ്ടിൽ എത്തിച്ചേർന്നു. അതാണല്ലോ അതിന്റെ ഒരു ഇത്. കേറിവാടാ മക്കളയിൽ ഇതാ മൂന്നാമത്തെ ചോദ്യം ഒരു വീഡിയോ ആണ്. നോക്കിയോ പിന്നെ കണ്ടില്ലാന്ന് പറയുന്നത്. ചോദ്യം, ഇത് കുഞ്ഞന്റെ എത്രാമത്തെ പെണ്ണ് കാണലാണ്? എ 76, ബി 75, സി 80. അതൊക്കെ കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കും. 76 ഞാൻ എടുത്തിട്ട് പൂട്ടിയേക്കട്ടെ? എടുത്തിട്ട് പൂട്ടി വെച്ചിരിക്കുകയാണ്. ഒരു സൈഡിൽ ഇരിക്കട്ടെ. അപ്പോ പാട്ടുപാടി ഇനിയിപ്പോ എന്തുണ്ട്? ഡബ്മാഷുണ്ടോ? ചെയ്യാറുണ്ടോ? ഞങ്ങളൊരു വീഡിയോ കാണിക്കാം, അതനുസരിച്ചൊന്ന് ഡബ്മാഷ് ചെയ്യണം. ഓക്കെ ആണോ? റൈറ്റ്.
ആ ലിസ്റ്റ് ഒന്നുകൂടി കേക്കട്ടെ. ഡൈനിങ് ടേബിൾ പൂപ്പരുത്തി മതി. 2000 ഓ പൂപ്പരുത്തി അവിടെ ഈട്ടി തന്നെ വേണം. 25,000. സോഫ സെറ്റ് ചൂരല് മതി. റെപ്രസെന്റേറ്റീവിന് ഇരിക്കാനില്ല, യമുനയ്ക്കാം. കുഷൻ തന്നെ വേണം, കുതിച്ചു പോകണം. അതിന് കുതിരപ്പുറത്ത് കയറിയ പോലെ. തമാശകള കൂട്ട്. 25,000. ബ്രിഡ്ജ്. പാലോ അതും വേണോ? അവർക്ക് നടന്നു വന്നാ പോലെ. അതില്ലെന്ന് തണുപ്പിക്കുന്ന ഒരു സാധനം ഇല്ലേ? ഫ്രിഡ്ജ് 9,000. ടി വി ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോലെ. കളർ തന്നെ വേണം. 10-20 അടി നീളം വേണം. 10-20 അടി നീളോ? ഇഞ്ചായിരിക്കും. ഇഞ്ച്. ഒയറില്ലാത്ത ഫോൺ അതൊരെണ്ണം മതി. മൊബൈൽ. മുംബൈയില് ഒയറില്ലാത്തോണ്ട് വില കുറവായിരിക്കും. ഇനി അയ്യോ. അപ്പോ 76 ഉത്തരം നൽകിയിരിക്കുന്നത്. ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. 2000 രൂപ വീണ്ടും സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. അപ്പോൾ 6000 രൂപയാണ് അക്കൗണ്ടിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. അതാണല്ലോ അതിന്റെ ഒരു ഇത് അതിന്റെ ഒരു അത്